ബിജെപിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട അഡ്വക്കേറ്റ് നോബൽ മാത്യുവിന്റെ സസ്പെൻഷൻ പിൻവലിച്ചു. ബിജെപി സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖറാണ് സസ്പെൻഷൻ പിൻവലിച്ച വിവരം അറിയിച്ചത്. അഡ്വക്കേറ്റ് നോബൽ മാത്യു നൽകിയ ഖേദപ്രകടനം പരിഗണിച്ചാണ് നടപടി. വിവരങ്ങൾ നൽകാൻ ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, നോബലിന് ആശ്വാസം, ഒപ്പം എന്തൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഈ സസ്പെൻഷൻ രാജീവ് ചന്ദ്രശേഖർ പിൻവലിച്ചിരിക്കുന്നത്? ശാലിനി, കഴിഞ്ഞ ദിവസമാണ് ഈ സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടിയ അഡ്വക്കേറ്റ് നോബൽ മാത്യുവിനെ ബിജെപിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത്. ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ് സസ്പെൻഷൻ നടപടി സ്വീകരിക്കുകയും ചെയ്തത്. കേന്ദ്രമന്ത്രി ജോർജ് കുര്യനെ ഉപതെരഞ്ഞെടുപ്പിൽ, ജോർജ് കുര്യനെ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കിയതിനെ ചൊല്ലി നോബൽ മാത്യു ചില പരാമർശങ്ങൾ നടത്തുകയും മാധ്യമങ്ങൾക്ക് മുൻപിൽ ചില പ്രതികരണങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. 2000 വോട്ട് പോലും ജോർജ് കുര്യന് കിട്ടില്ല എന്നുള്ളതായിരുന്നു നോബൽ മാത്യു എന്ന് പറഞ്ഞിരുന്നത്. കൂടാതെ തന്നെ ന്യൂനപക്ഷ മോർച്ച ദേശീയ വൈസ് പ്രസിഡന്റും മുൻ കോട്ടയം ജില്ലാ പ്രസിഡന്റും ആയിരുന്നു. കൂടാതെ തന്നെ കാഞ്ഞിരപ്പള്ളി സ്വദേശിയായ നോബൽ മാത്യുവിനെ അവിടെ മത്സരിപ്പിച്ചില്ല എന്ന് കാട്ടിക്കൊണ്ട് തുറന്ന പോരിലേക്കും പരസ്യ പ്രതികരണത്തിലേക്കും എത്തിയതോടുകൂടിയാണ് ഇദ്ദേഹത്തിനെതിരെ ഒരു അച്ചടക്ക നടപടി എന്നോണം പാർട്ടി നിലപാട് സ്വീകരിക്കുകയും സംസ്ഥാന അധ്യക്ഷൻ തന്നെ ഇദ്ദേഹത്തിന് സസ്പെൻഷൻ നൽകിക്കൊണ്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള നടപടി സ്വീകരിക്കുകയും ചെയ്തത്. പിന്നീടാണ് ഇപ്പൊ ഈ നടപടി പൂർണ്ണമായും പിൻവലിച്ചുകൊണ്ട് സംസ്ഥാന അധ്യക്ഷൻ തന്നെ നടപടിയുമായി ബന്ധപ്പെട്ട് സസ്പെൻഷൻ പിൻവലിച്ചതായി ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. നോബൽ മാത്യു നൽകിയിട്ടുള്ള ഖേദപ്രകടനം പരിഗണിച്ചുകൊണ്ടാണ് സംസ്ഥാന നേതൃത്വം ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. സസ്പെൻഷൻ പിൻവലിച്ചുകൊണ്ട് ബിജെപിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട അഡ്വക്കേറ്റ് നോബൽ മാത്യുവിനെ സസ്പെൻഷൻ പിൻവലിച്ചതായിട്ടുള്ള അറിയിപ്പിൽ ചൂണ്ടിക്കാട്ടുകയും ചെയ്തത്. എന്തായാലും അച്ചടക്ക നടപടിയുടെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം പൂർണ്ണമായും പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടത്. എന്തായാലും ഖേദപ്രകടനം നടത്തിയതോടുകൂടി തിരികെ വീണ്ടും അംഗത്വത്തിലേക്ക് എടുത്തിരിക്കുകയാണ്. എന്തായാലും കേന്ദ്രമന്ത്രി ജോർജ് കുര്യനെ അപമാനിക്കുകയും അദ്ദേഹത്തിനെതിരെ പരാമർശങ്ങൾ നടത്തിയ പശ്ചാത്തലത്തിലായിരുന്നു പാർട്ടിയുടെ നടപടി, അച്ചടക്ക നടപടി നോബൽ മാത്യുവിന് നേരിടേണ്ടി വന്നത്. സീറ്റ് നൽകിയില്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അദ്ദേഹം വലിയ രീതിയിലുള്ള തർക്കത്തിലേക്കും നേതാക്കളുമായുള്ള പോരിലേക്കും പിന്നീട് പരസ്യ പ്രതികരണത്തിലേക്കും ഒക്കെ തന്നെ എത്തിയത്. ആ നടപടിയിൽ ഖേദം പ്രകടിപ്പിച്ചപ്പോൾ നോബൽ മാത്യു എത്തിയിരിക്കുകയാണ്. ഇതേ തുടർന്നാണ് സസ്പെൻഷൻ നടപടി ഇപ്പോൾ പൂർണ്ണമായും പിൻവലിച്ചിട്ടുള്ളത്. അശ്വതി, ശരി ശാലിനി, വിവരങ്ങൾ വ്യക്തമാണ്. അങ്ങനെയാണ്, തിരുത്തേണ്ടവരെ തിരുത്താനാണ് പാർട്ടി ഉള്ളത്. ബിജെപിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട അഡ്വക്കേറ്റ് നോബൽ മാത്യു ഒടുവിൽ ഖേദപ്രകടനം നടത്തി. പിന്നാലെ രാജീവ് ചന്ദ്രശേഖർ ആ ഖേദപ്രകടനം അംഗീകരിച്ചുകൊണ്ട് നോബൽ മാത്യുവിന് വീണ്ടും അംഗത്വം നൽകുകയായിരുന്നു. സസ്പെൻഷൻ പിൻവലിച്ചിരിക്കുകയാണ്. ശാലിനിയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവച്ചത്.